ട്രക്കിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അവിടെ സ്റ്റെഫിലെ ഓടിപ്പോയിട്ടാ അവൻ വീഡിയോ അവന് ഇഷ്ടമല്ലാന്നുണ്ട്. അപ്പൊ നമ്മുടെ ട്രക്കിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്കൊരു അടിപൊളി ഒരു ട്രക്കിംഗ് പോയിട്ട് വരാം. കമോൺ. അപ്പൊ നമ്മുടെ ട്രക്കിങ് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. താറൊക്കെ മൂക്കു തുമ്മിത് ഇവിടെ നിൽക്കും. കളിക്കുന്നില്ല താറ് സാന കയറി പോകുന്ന വഴിച്ചാലുണ്ടോ അതൊക്കെ. അപ്പൊ ഇവിടെ ഭയങ്കര സ്മെല്ല്, ആനയുടെ സ്മെല്ല്, ആ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലേ. ചെളിയുടെയാണോ? നമ്മുടെ ഈ പാറയമൊക്കെ വന്ന ചെളി ഉണ്ടല്ലോ, അതായത് ആന പുറം ഇട്ട് ഉരച്ചിട്ടുള്ള ഇതാണ്. അതേപോലെ തന്നെ അതേ ഈ മരത്തിന്റെ സൈഡിലും കണ്ടോ, ഈ സൈഡിലൊക്കെ ചെളിയാണ്. അത് ആന വന്നിട്ട് ആന പുറം കടിച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്ന പാടുകളാണ് അതൊക്കെ കേട്ടോ. ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ മരം നിൽക്കുന്ന നോക്കിയാൽ വേര് നോക്കിയാൽ പാറയമ്പോഴാണ് ആ മരം നിൽക്കുന്നത് അല്ലേ. അടിപൊളി നോക്കിയ മരങ്ങൾ കണ്ടോ, എന്താണെന്ന് നോക്കൂ. വേരുകളും ഭയങ്കര. എല്ലാരും കയറി പോന്ന ടോപ്പിൽ അവിടെ ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കാം. ഓ, ഏറ്റവും ടോപ്പിൽ കയറിക്കല്ലേ. ഓ ഓ, കയറിനെ പറ്റി ആൾക്കാർ വരുമ്പോ നമ്മളെ കുഞ്ഞാവതേ മരം കയറി പോണട്ടാ. ഞങ്ങൾ 10-12 പല്ലന്മാരോട് ആ അതെ, നമ്മളെ കുഞ്ഞാവയ്ക്ക് പേടിയായിട്ട് ഇപ്പൊ അണ്ണാകുഞ്ഞി പോണ പോലെ ഉണ്ടല്ലോ. കൊടക്കിരുന്ന ഫയർ ഫോഴ്സും ഫോറസ്റ്റിൽ പോലും നിങ്ങൾ വിളിച്ചിട്ട് വേറെ വണ്ടിക്ക് വിട്ടോ. ഞങ്ങൾ പോയിട്ട് വേറെ ഫുഡ് എത്തിച്ചു പിടിക്കാൻ പറ്റാ കയ്യില്. ഇതേ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് ഇവിടെ പീസാക്കാനുണ്ട്.
പീസാക്കാൻ വേണ്ടി. തമിഴ്നാടും ഇതാണോ? അല്ല, ഇത് നമ്മുടെ കാട്ടിക്കട കയറുന്നുണ്ട്. നോക്ക നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടത്. എന്തോ അത് ശരിക്കും പറഞ്ഞ ഫോറസ്റ്റും ഇതുമായിട്ട് തിരിച്ചാക്കുന്ന ജെണ്ടെന്ന് പറയും ഞങ്ങള്. ഫോറസ്റ്റും ആദിവാസികളുടെ വാച്ച് ടവറാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ 10,000 രൂപയാണ് പോയത്. 30 ലിറ്റർ ഡീസൽ അടിയിരിക്കാൻ കൊടുത്തിട്ട് മേടിച്ചോ? പിന്നെ ടാങ്ക് മാറണം, വർഷപ്പാനെ കൊണ്ടുവരണം, പിന്നെ വർഷപ്പെ കൊണ്ട് മാറണം, ഓസ് മേടിക്കണം. കൊണ്ടുപോകേണ്ട വണ്ടി. അടുത്ത വണ്ടി വിളിച്ച് ബസ്സിനെ കൊണ്ടുപോയിട്ട് വന്നാൽ കയറ്റി കൊണ്ടുപോയി. അടുത്ത പിന്നെ വർഷപ്പാനെ കൊണ്ടുവരാൻ അടുത്ത വണ്ടി. ടാങ്കിന് 4,500 രൂപ ഡീസൽ അടിക്കണ്ടേ അന്നേരം. ആ കിടക്കുന്ന ഡീസലാണ് ഒരു കറുത്തിറക്കുന്നു. അവിടെ നിന്ന് അടി ഇടിച്ചു പെട്ടെന്ന് വന്നു. ഇവിടെ കൊണ്ടെങ്കിൽ മൊത്തം പോകും. ഇടിക്കാൻ മാത്രമില്ല. ഇപ്പം 2 യാറെ കൊണ്ടുനടക്കുക കൊണ്ട്. ഗൈസ്, ഈ കാണുന്നത് ആദിവാസികളും ഫോറസ്റ്റുകളും തമ്മിലുള്ള ഒരു ഏരിയ തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതൊക്കെ. നമ്മൾ അവിടുത്തെ നമ്മളിനി പോകല അങ്ങോട്ട്. ഇല്ലില്ല, പോകല. നമ്മൾ കയറിയെടുത്ത് ഇറങ്ങും. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രക്കിങ്ങിൻ്റെ വഴി കഴിഞ്ഞു എന്ന് തോന്നണമല്ല. ഓഫ് റോഡ് തീർന്നു. ഇനി ഇതാ കുറച്ച് നല്ല വഴിയാണ്, കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. ആദിവാസികൾ വിറകെടുത്ത് പോയി കിടക്കുന്ന ബാക്കിയാണ് കണ്ടോ. വെട്ടി കിലോമീറ്റർ എടുത്താൽ പോകും. അവരതെങ്ങനെയാ, എന്തുകൊണ്ടാണ് അത് മുറുക്കി വെട്ട്? കോടാലിക്ക് തന്നെയാണല്ലേ. അപ്പോൾ നമുക്കിത് ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു ജീപ്പ് കയറി വന്നു. അപ്പോൾ നമുക്ക് ഒതുക്കാൻ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ കുറച്ച് റിവേഴ്സ് വരാണ്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കയറി വന്ന ഒരു ജീപ്പ് ഫാമിലി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ എന്താണ് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ 1.5 വയസ്സായ ഒരു കുട്ടിയെയും കൊണ്ടാണ് അവർ ട്രക്കിങ്ങിന് വന്നേക്കുന്നത്. എന്തായാലേ ആ കൊച്ചിൻ്റെ ഒരു എന്താ പറയുക, 1.5 വയസ്സായ കുട്ടീനെയൊക്കെ ഇതേപോലുള്ള കാട്ടിലൂടെ ട്രക്കിങ്ങിന് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവരെ സമ്മതിക്കണം. എന്താണ് വോട്ട് ഫോർ സെയിലാ? ഇത് ആദിവാസികളുടെ ആണോ ചേട്ടാ? ഓ, എൻ്റെ സർക്കാർ ഈ വീട് ഹോം സ്റ്റേയും എനിക്ക് ആര് വാങ്ങിക്കാനാ ഇതൊക്കെ വന്നിട്ട്? ആരും മേടിക്കില്ല, പട്ടയൊന്നുമില്ല. ഒരാളിൽ വന്ന് കിട്ടിയാൽ മേടിക്കാൻ. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് വന്നിട്ട് നമ്മൾ ഓഫ് റോഡ് തീർന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ടാവും അല്ലേ ഏട്ടാ? എന്തോരം ഉണ്ടാവും? നമുക്കൊരു 3 കിലോമീറ്റർ കൊണ്ട് നമ്മൾ ആനക്കുളം ആനക്കാടുന്ന സ്ഥലത്തേക്ക്. നമുക്കിനി ഫോറസ്റ്റിലൂടെ തന്നെ ഒരു 3 കിലോമീറ്റർ കൂടെ നമുക്കിനി താഴേക്ക് ഇറങ്ങാനുണ്ട്.
ഇവിടെ എല്ലാ വീട്ടുകാർക്കും ജീപ്പ് ഉണ്ടാവില്ല. കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? അപ്പോൾ നമ്മൾ താഴേക്ക് കുറച്ചും കൂടെ ഇറങ്ങിയെത്തി വീടുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കേരള പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കുറച്ച് റബ്ബർ തോട്ടമൊക്കെയാണ്. ഇപ്പം നല്ല വഴിയായി, ടാറിങ്, നല്ല ടാറിങ് വഴിയായി. ചെറിയ നമ്മൾ വന്ന ആ സ്ഥലം ആ കാണുന്ന വാട്ടർ ഫാൾസ് ഉണ്ടല്ലോ, നമ്മൾ മുകളിൽ ഒരു റെസ്റ്റ് ചെയ്ത ഒരു സ്ഥലം ഉണ്ടല്ലോ, കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്ത അവിടുന്ന് വരുന്ന വെള്ളമാണ് നമ്മുടെ ഈ വാട്ടർ ഫാൾസിൽ ഇവിടെ വന്ന് ചാടുന്നത് കേട്ടോ. മഴക്കാലത്തൊക്കെ നല്ല വെള്ളമായിരിക്കും. ഇപ്പോൾ വെള്ളം തീരെ കുറവായതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ കിട്ടുന്നുള്ളൂ. എന്നാലും നല്ല ഭംഗിയുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ കൂടുതലുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിത് ഇവിടെ ട്രക്കിങ് കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ കുളിക്കുന്നവർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് വെള്ളം ഇവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ചെറിയ അടിപൊളിയായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട്. നല്ല തണവായിരിക്കും. ആ മുകളിൽ നിന്ന് നമ്മൾ നേരത്തെ കാണിച്ച അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ വന്ന് കെട്ടി നിർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാങ്കുളം വന്നാൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ട്രക്കിങ്ങിൻ്റെ ജീപ്പ്, ആ ചേട്ടൻ്റെ നമ്പർ നമ്മളിവിടെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ മാങ്കുളം ട്രക്കിങ് വരാൻ ഇഷ്ടപ്പെടുന്നവർ ആ ചേട്ടനെ വിളിച്ചാൽ ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ആനക്കുളം ആനക്കുളമല്ലല്ലോ, ആനക്കുളമാണ്. അപ്പോൾ അവിടെ വന്നാൽ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ്, ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അത് വിളിച്ചാൽ ആ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ പറയുന്ന സമയം ഒരു ടൈം പറഞ്ഞാൽ സെറ്റ് ചെയ്താൽ ആ ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്ന ആ ചേട്ടൻ എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ ട്രക്കിങ് പോയിട്ട് നമ്മൾ വീണ്ടും ആനക്കുളത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാം ഉപ്പാടെ ഇളകിട്ടാണ് നിൽക്കണം കേട്ടോ. വഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ്. നമ്മൾ വീണ്ടും മാങ്കുളം വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോയുടെ ഒരു കുറവെന്താണെന്ന് വിചാരിച്ചാൽ മൊബൈലിൽ കൈ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്ലാരിറ്റി കുറവും എന്താ പറയുക, ആ ഒരു ജർക്കിങ്ങും അതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമുക്കത് വാങ്ങിച്ച് ചെയ്യാനുള്ള ഇതൊന്നും ആയിട്ടില്ല. നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ, ഒരു 150 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ കൂടെ നമ്മുടെ പപ്സൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കുക്കർ കേട്ടോ. ഞങ്ങൾക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ആളുടെ കാറ്ററിംഗ് സർവീസാണ്, ലീല കാറ്ററിംഗ് സർവീസ്, പൂലയിലാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.